നമസ്കാരം. ഹൈക്കമാൻഡിന്റെയും KPCCയുടെയും വിലക്കുകൾക്ക് പുല്ലുവില. കോൺഗ്രസിൽ ചേരി തിരിഞ്ഞ് മുഖ്യമന്ത്രി കസേരയ്ക്കായി ഗ്രൂപ്പ് പോര്. വോട്ടെണ്ണും മുൻപേ സാങ്കല്പിക മുഖ്യമന്ത്രി കസേരയ്ക്കായി മന്ത്രിക്കുപ്പായവും തയ്പ്പിച്ച് മനക്കോട്ട കെട്ടിക്കാത്തിരിക്കുകയാണ് പല നേതാക്കളും. മന്ത്രി കസേരയ്ക്കായി ചരടുവലി വേറെയും. പൂരത്തിന് വെടിക്കെട്ടില്ലെന്ന നിരാശ ഒഴിവാക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ വെടിക്കെട്ടെന്ന പരിഹാസവുമായി K മുരളീധരൻ. അമിത ആത്മവിശ്വാസം കോൺഗ്രസിന് വിനയാകുമോ? മറുവശത്ത് ഭരണ തുടർച്ച ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ. വോട്ടെണ്ണൽ ദിനമായ മെയ് 4 പിറ്റേന്ന് തന്നെ പന്തലിടാനാണ് നിർദ്ദേശം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. SMS-ലൂടെ അറിയിക്കും. നിയന്ത്രണം പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാൻ സാധിക്കില്ലെന്ന് വൈദ്യുതി വകുപ്പ്. നാളെ ഉന്നതതല യോഗം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഒട്ടേറെ പേർക്ക് ഇന്നും സൂര്യാതപമേറ്റു. 3 ദിവസം വേനൽ മഴയ്ക്ക് സാധ്യത. വിലക്കുകൾ ലംഘിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞു പോര്. KSU സമരത്തിൽ സതീശ പക്ഷത്തിന്റെയും KC പക്ഷത്തിന്റെയും വെവ്വേറെ പ്രതിഷേധ പരിപാടികൾ. ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ്. വിലക്കേണ്ടത് മാധ്യമ ചർച്ചകളിൽ എന്നും ചെന്നിത്തലയുടെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും സണ്ണി ജോസഫ്. PR വർക്കുകൾ പരിധി വിടരുതെന്ന് K മുരളീധരൻ. ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലേക്കാനുള്ള 7 എംപിമാരുടെ അപേക്ഷ അംഗീകരിച്ച രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ. 3-ൽ 2 എംപിമാരും പാർട്ടി വിടുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ല. രാജ്യസഭയിൽ BJPക്ക് 113 എംപിമാരായി. ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു. 142 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മറ്റന്നാൾ. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഡൽഹിയിൽ വാണിജ്യ മന്ത്രിമാരായ പീയൂഷ് ഗോയലും ടോഡ് മക്ലേഡയും കരാറിൽ ഒപ്പുവെച്ചു. വളർച്ചയുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുൻപിൽ വെച്ച് ഇറാൻ. ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്ന് നിർദ്ദേശം. ഹോർമുസിനെ സൈനിക നിയന്ത്രണത്തിലാക്കാൻ ഇറാന്റെ നീക്കം. ഇറാന്റെ എണ്ണ വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കി യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങളും. ഒമാനിലെയും പാകിസ്ഥാനിലെയും പ്രതിനിധികളെ കണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി റഷ്യയിൽ. പാമ്പുകടി ഭീതിയിൽ കേരളം. വിവിധ ജില്ലകളിലായി ഇന്ന് 8 പേർക്ക് കടിയേറ്റു. കാസർഗോഡ് എളേരിത്തട്ട് മൂർഖന്റെ കടിയേറ്റ 4.5 വയസ്സുകാരി ചികിത്സയിൽ. ആരോഗ്യനില ഗുരുതരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീട്ടിൽ നിന്നും 5 പാമ്പുകളെ പിടികൂടി. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത പൂരം ഏപ്രിൽ 17-ന്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ തൃശൂർ സ്വദേശി രാകേഷും മരിച്ചു. ആകെ മരണം 17 IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് തകർപ്പൻ ജയം. 76 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗളൂരുവിന്റെ വിജയം. 9 വിക്കറ്റിന് ഡൽഹിയെ തകർത്തത്. 4 വിക്കറ്റ് നേടിയ ജോഷ് ഹേസൽവുഡും 3 വിക്കറ്റ് നേടിയ ഭുവനേശ്വർ കുമാർ. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും മകനെയും കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. വീടിന്റെ പരിസരത്തു നിന്നും 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് പോലീസ്. കാണാതായ മറിയക്കുട്ടിയുടേതും റെജിയുടേതുമെന്ന് ഉറപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തും. സ്റ്റോറി ഓഫ് ദ ഡേ. തുകൽ വാദ്യ പെരുമയിൽ പെരുവെമ്പ്.
വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. ടോപ് 10-ൽ ചൂടിനൊപ്പം സംസ്ഥാനം ഇനി ഇരുട്ടിലേക്കും. പ്രാദേശിക തലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണത്തിന് KSEB. ഉപയോഗം കൂടിയ സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രിക്കും. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ അല്ല, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വൈകിട്ട് 6 മണി മുതലുള്ള പീക്ക് സമയത്ത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഓരോ പ്രദേശത്തെയും ട്രാൻസ്ഫോർമറിന്റെ ലോഡ് നോക്കി അറിയിപ്പ് നൽകിയോ അല്ലാതെയോ വൈദ്യുതി നിയന്ത്രിക്കും. ഇതാണ് പീക്ക് ലോഡ് മാനേജ്മെന്റ്. പേരുമാറ്റം കൊണ്ട് ജനങ്ങളുടെ ദുരിതം മാറുന്നില്ല എന്നതാണ്. വേനൽ മഴയില്ലാത്തതും യുദ്ധം കാരണവുമാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് സംസ്ഥാനം എത്തിയത് എന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. ഇതിനിടെ പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലാത്തതിനാൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനായിട്ടില്ല. തുടർ നടപടി സ്വീകരിക്കാൻ നാളെ ഉന്നതതല യോഗമൊക്കെ ചേരുന്നുണ്ട്. റിപ്പോർട്ടിലേക്ക്. കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കീഴിൽ ആ കപ്പാസിറ്റികൾ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഡ്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി ആവർത്തിക്കുമ്പോഴും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ് KSEB. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പായില്ല. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലെന്നാണ് മറുപടി. ഇന്നലെയാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി വാങ്ങാനായി അനുമതി നൽകിയത്. ദേശീയ തലത്തിൽ ആവശ്യകത വർദ്ധിച്ചതാണ് വൈദ്യുതി ക്ഷാമത്തിന് കാരണമായി മാറിയത്. ഇന്ന് വൈകിട്ട് ചേർന്ന ബോർഡിന്റെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്താനായി നാളെ വീണ്ടും ഉന്നതതല യോഗം ചേരും. ഊർജ്ജ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. പ്രതിസന്ധി പരിഹരിക്കാനുള്ള തുടർ നടപടികൾ നാളെ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നതിനാൽ പ്രാദേശിക തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് KSEB. പ്രാദേശിക തലത്തിൽ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. ലോഡ് കൂടുന്നതിനനുസരിച്ചുള്ള നിയന്ത്രണമായാണ് KSEB വിലയിരുത്തുന്നത്. സാധ്യമായ സമയത്ത് SMS വഴി മുൻകൂട്ടി ഇക്കാര്യം അറിയിക്കും. ഓവർലോഡ് ആകുമ്പോൾ മുൻകൂട്ടി അറിയിക്കാനാകാതെ തനിയെ വൈദ്യുതി ഓഫാകുന്ന സാഹചര്യമുണ്ടെന്നും KSEB അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊടും ചൂടിൽ വലയുകയാണ് സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ നാളെയും താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പൊള്ളുന്ന ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നാളെയും പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരും. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസും പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ ചെറുപുഴയിൽ ഓവർസിയർക്ക് സൂര്യതാപമേറ്റു. ചെറുപുഴ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓവർസിയർ ഹെലൻ ജെയിംസണാണ് സൂര്യതാപമേറ്റത്. ജിയോ ടാഗിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് സംഭവം. കഴുത്തിനും പുറത്തുമാണ് സൂര്യതാപമേറ്റത്. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്കും സൂര്യാഘാതമേറ്റു. കുപ്പിയോട് സ്വദേശി ജയനാണ് പൊള്ളലേറ്റത്. ജയൻ മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. അതേസമയം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ വേനൽമഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിയോടുകൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി കേവലം ഒരാഴ്ച മാത്രമാണുള്ളത്. ഇതിനിടെ കോൺഗ്രസിൽ ചേരി തിരിഞ്ഞ് മുഖ്യമന്ത്രി കസേരയ്ക്കായി ഗ്രൂപ്പ് പോര് തുടരുന്നു. ഹൈക്കമാൻഡ് KPCC വിലക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ടു പോകുകയാണ് നേതാക്കൾ. KSU സമരത്തിൽ പോലും സതീശന്റെ പക്ഷവും KC പക്ഷവും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ചേരി തിരിഞ്ഞുള്ള നേതാക്കന്മാരുടെ ശക്തി പ്രകടനത്തിലും പ്രതിച്ഛായ മത്സരത്തിലും കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡും KPCC. പരസ്യ പ്രസ്താവനകൾക്കെതിരെയും സോഷ്യൽ മീഡിയ പോരാട്ടത്തിനെതിരെയും ഹൈക്കമാൻഡും KPCCയും നിരന്തരം വിലക്ക് ഏർപ്പെടുത്തിയിട്ടും ചേരിപ്പോര് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പ്രതിഷേധ സമരങ്ങളിൽ പോലും അനുയായികൾ ചേരിതിരിഞ്ഞ് വ്യത്യസ്ത സമരങ്ങളുമായി രംഗത്ത് വരുന്നതും കാണുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ മലപ്പുറത്ത് VD സതീശൻ അനുകൂലികളും KC വേണുഗോപാൽ അനുകൂലികളും ഒരേ സമയം പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നേതാക്കന്മാരെ പുകഴ്ത്തി അനുഭാവികൾ രംഗത്ത് വരുന്നതും ഡോക്യുമെന്ററികളും വീഡിയോകളും പുറത്തിറക്കുന്നതും സജീവമായി തുടരുന്നു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള പരസ്യം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നതും വലിയ ചർച്ചയായി. എന്നാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആവർത്തിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ
നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും. MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് പാർട്ടിയുടെ സാധാരണ രീതിയെന്ന് VM സുധീരൻ പ്രതികരിച്ചു. സ്വാഭാവികമായി ഏതൊക്കെ രീതിയിലാണോ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് കോൺഗ്രസിന് ഒരു പുതുമയുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ജനാഭിലാഷം മനസ്സിലാക്കി നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് മുൻമന്ത്രി K. ബാബു പറഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ജനാഭിലാഷങ്ങൾ മനസ്സിലാക്കി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നേതാക്കന്മാരുടെ തമ്മിൽ തല്ലിനെ പരിഹസിച്ചാണ് K. മുരളീധരൻ രംഗത്ത് വന്നത്. ഒരു ഒഴിവുകാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽറ്റർ ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൺഫിൽറ്റർ, കേവലം ഒരാഴ്ച കൂടി മാത്രമാണ് ഇനി കേരളം ആര് ഭരിക്കും എന്നതറിയാൻ. ഈ കോൺഗ്രസിൽ നേതാക്കളുടെ കസേര കളി ഇങ്ങനെ തുടരുകയാണ്. ഇന്നിപ്പോൾ പല പ്രതികരണങ്ങളുമായി നേതാക്കളൊക്കെ വരുന്നതും നമ്മൾ കണ്ടു. അതൃപ്തി പ്രകടമാക്കുകയാണ് ഹൈക്കമാൻഡും KPCCയും. അൺഫിൽറ്റർ, അശ്വതി, അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഇതേ സമയമാകുമ്പോൾ ആരാകും കേരളം ഭരിക്കുക, ആരാകും പ്രതിപക്ഷത്ത് വരിക എന്ന കാര്യത്തിൽ ഉറപ്പായും തീരുമാനമാകുന്നു. അതായത് ഇനി 6-7 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഈ മത്സരം തമ്മിൽ പോരും മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചകൾക്കും പരസ്യമായ പ്രസ്താവനകൾക്കും ഒന്നും ഒരു കുറവുമില്ലാതെ അതേ രീതിയിൽ തന്നെ, അതായത് ഹൈക്കമാൻഡിൻ്റെയും KPCCയുടെയും വിലക്കുകൾ ആവർത്തിച്ച് വിലക്കിയിട്ട് പോലും അതൊക്കെ തന്നെ മറികടന്ന് നേതാക്കൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നു. അതായത് അനുയായികളെ രംഗത്തിറക്കിയാണ് നേതാക്കൾ ഈ ചരടുവലികൾ മുഴുവനും നടത്തുന്നത്. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ അവമതിപ്പ്, അതായത് പ്രത്യേകിച്ച് വോട്ട് തന്ന വോട്ടർമാർക്കിടയിൽ, അണികൾക്കിടയിൽ നേതാക്കന്മാരെ കുറിച്ചുള്ള ഒരു അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ മറ്റൊരു വിഭാഗം നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ടെങ്കിൽ പോലും പരസ്പരം ഈ 3 നേതാക്കളും, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഒപ്പം തന്നെ KC വേണുഗോപാൽ, ഈ 3 പേരും തമ്മിലുള്ള തർക്കവും അവർക്ക് വേണ്ടി അനുയായികൾ സോഷ്യൽ മീഡിയയിലായാലും പരസ്പരം ഈ പിടിവലി നടത്തുന്നതൊക്കെ തന്നെ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ പോഷക സംഘടന, അതായത് KSU നിതിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർ സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ അവിടെ പോലും ചേരി തിരിഞ്ഞ് 2 വിഭാഗമായി, അതായത് VD സതീശൻ വിഭാഗവും ഒപ്പം KC വേണുഗോപാൽ 2 പക്ഷമായി ചേർന്ന് വ്യത്യസ്ത സമരവുമായി മുന്നോട്ട് പോകാനൊക്കെ അവർ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ നേതാക്കന്മാർക്കിടയിൽ മുകളിലുള്ള ഈ തർക്കമെന്ന് പറയുമ്പോൾ, ചേരിപ്പോരെന്ന് പറയുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലെ പോഷക സംഘടന വരെ അത് പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസിലെ ഈ 1 മാസം, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെയുള്ള ഏറെക്കുറെ ഈ 1 മാസക്കാലയോളം ഈ വലിയ രീതിയിൽ തന്നെ ഈ 3 പേർ തമ്മിലുള്ള, അതായത് മൂവർ സംഘത്തിൻ്റെ ഒരു തർക്കം, പരസ്പരം ചേരിതിനുള്ള തർക്കം, അത് ഈ വിലക്കുകളൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അത് ഈ പ്രതിച്ഛായ മത്സരം ഒരു ഭാഗത്ത് നടക്കുന്നു. കഴിഞ്ഞ ദിവസമാകട്ടെ രമേശ് ചെന്നിത്തലയെ പുകറ്റിക്കൊണ്ട് ഒരു പരസ്യ രൂപേണയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ആർട്ടിക്കിൾ വരുന്നു. അതോടൊപ്പം തന്നെയും മറ്റെല്ലാ നേതാക്കന്മാരും, 3 നേതാക്കന്മാരെയും പരസ്പരം അവർ പുകറ്റുന്നു. അവരുടെ അനുഭാവികൾ തന്നെ അവരെ പുകറ്റി സംസാരിക്കുന്നു. പിന്നീട് ആ പ്രസ്താവന അവർ പിൻവലിക്കുന്നു. എന്നാൽ ഇതിനെ പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചും താക്കീത് നൽകി മറ്റൊരു വിഭാഗം നേതാക്കൾ ശക്തമായ രംഗത്തുണ്ട്. ഘടകകക്ഷികളും വലിയ രീതിയിൽ വിയോജിപ്പിലാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ വിയോജിച്ചും ഒക്കെ തന്നെ അവരും രംഗത്തുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡ് എന്തായാലും വലിയ രീതിയിൽ അസംതൃപ്തി തന്നെയാണ്. പക്ഷേ ഇനി റിസൾട്ട് വരാൻ വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളതുകൊണ്ട് ഒരു ശക്തമായ താക്കീതിൻ്റെ രൂപത്തിൽ ഹൈക്കമാൻഡ് രംഗത്ത് വരുന്നില്ല എങ്കിൽ കൂടി കടുത്ത അതൃപ്തിയിലും വിയോജിപ്പിലും തന്നെയാണ് ഹൈക്കമാൻഡ് ആയാലും KPCC നേതൃത്വമായാലും. അശ്വതി, അതുതന്നെയാണ് അൺഫിൽറ്റർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായി പക്ഷം ചേർന്നുള്ള അടിപിടി ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും അതൃപ്തി പ്രകടമാക്കുകയാണ് ഹൈക്കമാൻഡും KPCCയും. മുസ്ലിം ലീഗിന്റെ നിലപാടും നിർണായകമാണ്. വിവരങ്ങളാണ് അൺഫിൽറ്റർ ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജില്ലാ കളക്ടർക്കെതിരെ UDF, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത കളക്ടർ സ്വന്തം കുറ്റം മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും UDF ആരോപിച്ചു. ജില്ലാ കളക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. പേരാമ്പ്ര മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് UDF ആക്ഷേപം. തൻ്റെ നേരെ
വിരൽ ചൂണ്ടലും നടപടിയും വരുന്നു പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കളക്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനും തയ്യാറായിട്ടില്ലെന്ന് UDF ആരോപിക്കുന്നു. കൊയിലാണ്ടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ ക്രമക്കേടിന് ശ്രമം നടന്നു എന്നാണ് UDFന്റെ പരാതി. 10 പേരാണ് മെറ്റീരിയൽസ് റൂമിൽ കയറിയത്. 3 മണിക്കൂർ എന്താണ് ഇവിടെ നടന്നതെന്നതിൽ സംശയമുണ്ട്. ആ സമയത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പരിശോധിക്കണം. സംഭവ സമയത്ത് കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യവും സംശയാസ്പദമാണ്. കളക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കളക്ടറാണ് ഇതിന് ശരിയായ മറുപടി പറയേണ്ടത്. ആ കളക്ടർക്കെതിരെ ഇനി നടപടിയുമായി മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിയമ നടപടിയിലൂടെ കളക്ടറുടെ ഈ മൗനം അല്ലെങ്കിൽ കളക്ടർ ഇതിൽ നടപടിയെടുക്കാത്തത് തീർച്ചയായും ഞങ്ങൾ ചോദ്യം ചെയ്യും. 8 മണ്ഡലങ്ങളിലെ VVPAT എണ്ണണമെന്നാണ് UDFന്റെ ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഓരോ ബൂത്തിലും സംശയകരമായ റിസൾട്ട് ഉണ്ടാകുന്ന പക്ഷം അവിടെ VVPAT എണ്ണണം എന്നുള്ള ഉദ്ദേശം, ഒരു ഡിമാൻഡ് ഞങ്ങളുടെ ബൂത്ത് കൗണ്ടിംഗ് ഏജന്റുമാർ ആ സ്ഥലത്ത് വെച്ച് തന്നെ അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ജില്ലാ കളക്ടറുടെ തെറ്റ് മറച്ചുവെക്കാനാണെന്നും UDF ആരോപിച്ചു. വരും ദിവസങ്ങളിൽ UDF നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഇതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ആം ആദ്മി വിട്ട രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 അംഗങ്ങളുടെ BJP ലയനം അംഗീകരിച്ച രാജ്യസഭാ സെക്രട്ടേറിയറ്റ് എംപിമാരെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മിയുടെ കത്ത് തള്ളിക്കൊണ്ടാണ് നടപടി. ഇതോടെ രാജ്യസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം 113ആയി. ആം ആദ്മി വിട്ട് BJPയിൽ ലയിക്കാനുള്ള 7 അംഗങ്ങളുടെ അപേക്ഷ ചെയർമാന്റെ അനുമതിയോടെ രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, രാജേന്ദ്ര ഗുപ്ത, വിക്രം സാനി, സ്വാതി മലിവാൾ എന്നിവരെ BJP പട്ടികയിൽ ഉൾപ്പെടുത്തി. രാഘവ് ചദ്ദ ഉൾപ്പെടെ പാർട്ടി വിട്ട അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മിയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് നടപടി. ആം ആദ്മിയുടെ 2 ഭൂരിപക്ഷം അംഗങ്ങളും ഒരുമിച്ച് BJPയിൽ ലയിക്കുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ലെന്ന് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ഇതോടെ രാജ്യസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം 113ഉം NDAയുടേത് 148ഉമായി വർദ്ധിച്ചു. ആം ആദ്മി അംഗങ്ങളുടെ എണ്ണം 3ആയി കുറഞ്ഞു. അതേസമയം MPമാർ പാർട്ടി വിട്ടതിന് പിറകെ ആം ആദ്മിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പഞ്ചാബിൽ നിന്ന് മന്ത്രിമാരുൾപ്പെടെ കൂടുതൽ നേതാക്കൾ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി നേതാക്കളുമായി അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാശിയേറിയ പോരാട്ടം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. കൊൽക്കത്ത ഉൾപ്പെടെ 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ 2ാം ഘട്ടത്തിൽ മറ്റന്നാൾ ജനവിധി രേഖപ്പെടുത്തും. വോട്ടെടുപ്പിന് മുൻപായി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ഈ 1ാം ഘട്ടം സമാധാനപരമായിരുന്നു. മറ്റന്നാൾ 142 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നതാണ്. മമത വീഴാതെ വാഴുമോ എന്നതാണ്. ഒപ്പം BJP ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ട് ഉണ്ട് താനും. ബംഗാൾ രാഷ്ട്രീയത്തെ എങ്ങനെ വിലയിരുത്തും? അശ്വതി, ദിവസങ്ങൾ നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിനും ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കും ബംഗാളിൽ ഇന്ന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണത്തിനുള്ള സമയമാണ്. മറ്റന്നാൾ കൊൽക്കത്ത, ഹൂഗ്ലി, ഹൗറ, നോർത്ത് സൗത്ത് 24 പർഗാനസ് തുടങ്ങി 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷവും തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസും കൊൽക്കത്തയിലും ഹൂഗ്ലിയിലും ഉൾപ്പെടെ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ BJPയും കടുത്ത പോരാട്ടമാണ്, വാശിയേറിയ പ്രചാരണമായിരുന്നു മണ്ഡലങ്ങളിലുടനീളം നടത്തിയത്. അതുകൊണ്ട് 2ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് 93% റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ബംഗാളിൽ രേഖപ്പെടുത്തിയത്. അതിന് സമാനമായി 2ാം ഘട്ടത്തിലും വലിയ ജനക്കൂട്ടം പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കണക്കുകൂട്ടൽ. 1ാം ഘട്ടത്തിൽ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷം രേഖപ്പെടുത്തിയതിനാൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ CCTV നിരീക്ഷണവും ഒപ്പം പ്രത്യേക ക്രമീകരണങ്ങളും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. സുതാര്യമായി അക്രമ സംഭവങ്ങളില്ലാതെ വോട്ടെടുപ്പ് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഏതായാലും ബംഗാളിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയം തന്നെ ശ്രദ്ധയാകർഷിച്ച പ്രചാരണ പരിപാടികൾ
പരിപാടികളായിരുന്നു നടന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ബംഗാളിൽ പ്രചാരണം നടത്തി. ഇത്തവണ മമതാ ബാനർജിയുടെ ജംഗിൾ രാജ് ഭരണം അവസാനിപ്പിച്ച് ബംഗാൾ പിടിക്കുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ബംഗാളിന്റെ ഓരോ തെരഞ്ഞെടുപ്പ് റാലികളിലും വ്യക്തമാക്കിയത്. എന്നാൽ BJPക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്നും ബംഗാളിൽ തുടർ ഭരണം ഉറപ്പാണെന്നും മമതാ ബാനർജിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി നേതാക്കളും തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി പ്രചാരണത്തിനായി ബംഗാളിലെത്തിയിരുന്നു. ഏതായാലും ദിവസങ്ങൾ നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിന് ബംഗാളിൽ കൊടിയിറങ്ങിയിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ബംഗാളിൽ വിധിയെഴുതുന്നത്. അശ്വതി. അതുതന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ ബംഗാൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്കാണ്. 142 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യം. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രി ടോഡ് മക്ലേ എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യ ന്യൂസിലാൻഡ് വ്യാപാര കരാർ വളർച്ചയുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾക്ക് പിറകെ ഇന്ത്യ ന്യൂസിലാൻഡുമായും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രി ടോഡ് മക്ലേ എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. $20 ബില്യൺ നിക്ഷേപ പദ്ധതിയാണ് കരാറിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, യുവാക്കൾ, സംരംഭകർ എന്നിവർക്ക് കരാർ ഗുണം ചെയ്യുമെന്നും കൂടുതൽ നിക്ഷേപം ഇന്ത്യയിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. The signing of the India-New Zealand Free Trade Agreement reflects our strengthening economic partnership and a convergence of values, trust, and shared ambition between two vibrant democracies. കരാർ പ്രകാരം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലാൻഡിൽ 100% നികുതി ഇളവ് ലഭിക്കും. മരുന്ന്, വസ്ത്രം ഉൾപ്പെടെ 8000-ലധികം ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി ഇളവ് ലഭ്യമാവുക. ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്ക് 95% നികുതി ഇളവ് നൽകും. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യാ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തും. ന്യൂസിലാൻഡുമായുള്ള വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും കരാറിലൂടെ വളർച്ചയ്ക്ക് പുതിയ വഴികൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാർത്തകൾ നോക്കാം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുൻപിൽ വെച്ച് ഇറാൻ. ഹോർമൂസ് തുറക്കാമെന്നും ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചു. പാകിസ്ഥാനിലെയും ഒമാനിലെയും സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി റഷ്യയിലെത്തി. ഇറാൻ കരുത്തോടെ അതിജീവിക്കുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. എന്നാൽ ഇറാനോട് ആണവ സമ്പുഷ്ടീകരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ 2 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നീക്കത്തിലാണ് ഇറാൻ. ലോകരാജ്യങ്ങളുടെ പ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ സന്നദ്ധരാണെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് മതിയെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതിനു ശേഷം മാത്രം ആണവശേഖരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്ന നിലപാടിലാണ് ഇറാൻ. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ കൈമാറിയത്. ഒമാനുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. തടഞ്ഞുവെച്ച നാവികരുടെ മോചനവും ചർച്ചയായി. ഒമാനെ ഇറാന്റെ ഉറ്റ സുഹൃത്തായി വിശേഷിപ്പിച്ച അരാഗ്ചി യുദ്ധസമയത്ത് ഒമാൻ സ്വീകരിച്ച നിലപാടുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒമാനിലെ ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തി. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി അബ്ബാസ് അരാഗ്ചി ചർച്ചകൾ നടത്തും. റഷ്യയുമായി ഇറാന് അടുത്ത ബന്ധമാണെന്ന് അരാഗ്ചി വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായെങ്കിലും അമേരിക്കയുടെ തെറ്റായ സമീപനങ്ങളും അമിതമായ ആവശ്യങ്ങളും കാരണം ലക്ഷ്യം കാണാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർ ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പാക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെന്നും അരാഗ്ചി അറിയിച്ചു. അതിനിടെ പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥതയെ ചോദ്യം ചെയ്ത് ഇറാനിയൻ പാർലമെന്റ് അംഗം ഇബ്രാഹിം റസായി രംഗത്തെത്തി. പാകിസ്ഥാൻ ഒരിക്കലും നിഷ്പക്ഷമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും അവർ എപ്പോഴും അമേരിക്കൻ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
പാകിസ്ഥാൻ ഇറാന്റെ നല്ലൊരു അയൽരാജ്യവും സുഹൃത്തുമാണെങ്കിലും ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ വിശ്വാസ്യത അവർക്കില്ലെന്നും റസായി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കനത്ത ചൂടിൽ പാമ്പ് ഭീതി ഒഴിയാതെ സംസ്ഥാനം. ഇന്ന് വിവിധ ജില്ലകളിൽ 8ലധികം പേർക്കാണ് പാമ്പ് കടിയേറ്റത്. അതേസമയം ഒരു വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ വരെ പിടികൂടിയ സംഭവങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ, കണ്ണിപ്പോയിൽ സ്വദേശി അഞ്ജലി എന്നിവർക്കാണ് പാമ്പ് കടിയേറ്റത്. ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അഞ്ജലിയെ ശംഖുവരയൻ പാമ്പാണ് ശുചിമുറിയിൽ കടിച്ചത്. അതേസമയം കുറ്റ്യാടിയിൽ രമേശൻ എന്ന ആളുടെ വീടിനുള്ളിൽ നിന്നും 5 വെള്ളിക്കെട്ടൻ പാമ്പുകളെയാണ് പിടികൂടിയത്. തൃശൂർ ഇരിഞ്ഞാലക്കുട കാറോത്ത് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. വെളിയപ്പറമ്പിൽ വീട്ടിൽ പ്രസീതയെ വീട്ടിൽ പുല്ലു പറിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. താനിശ്ശേരി കനാൽ ബണ്ടിന് സമീപത്ത് വെച്ചാണ് നടപ്പറമ്പ് സ്വദേശിയായ സനീഷ് എന്നയാൾക്ക് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായ സനീഷ് ജോലി സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിനായി താണിശ്ശേരിയിലെത്തിയതായിരുന്നു. 2 പേരും ചികിത്സയിൽ തുടരുകയാണ്. തിരുവനന്തപുരം ചെറിയൻകീഴിൽ വയോധികനാണ് പാമ്പ് കടിയേറ്റത്. മലപ്പുറത്ത് എടപ്പാളിൽ ചിറക്കൽ വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യ ഷെഹല തസ്നിനാണ് പാമ്പിന്റെ കടിയേറ്റത്. രാവിലെ കുഞ്ഞുമായി അലക്കുകല്ലിന് സമീപത്തേക്ക് വരുന്നതിനിടെയാണ് സംഭവം. ആന്റിവനം നൽകിയ യുവതി ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാസർകോട് എളേരിത്തട്ടിൽ കുറുവാട്ടെ ശരത് അജിത ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി ഋതുചന്ദ്രയ്ക്കാണ് കളിക്കുന്നതിനിടെ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുമുണ്ട്. എറണാകുളം മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇര വിഴുങ്ങിക്കിടന്ന മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച പാമ്പിനെ വനപാലകർക്ക് കൈമാറി. പത്തനംതിട്ട ഇളക്കൊല്ലൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടുപരിസരത്തു നിന്നും പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. തുടർച്ചയായി ഇവിടെ പാമ്പിന്റെയും പെരുമ്പാമ്പിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ ഒലിയപ്പുറത്ത് ചക്ക വീണ് മൂർഖൻ പാമ്പ് ചത്തു. വീട്ടുകാർ മുറ്റത്തിന് സമീപം 4 ചക്കകൾ വീണ് കിടക്കുന്നത് കണ്ടെടുക്കാനെത്തിയപ്പോഴാണ് പാമ്പിന്റെ തലയിൽ ചക്ക വീണ നിലയിൽ കണ്ടത്. അതേസമയം കൂത്താട്ടുകുളത്ത് മൂർഖൻ പാമ്പിനെ പിടികൂടി. മാരുതി ജംഗ്ഷൻ മാതാളിയിൽ രുക്മിണി എന്നയാളുടെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. പൂരം co-powered by സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. സൂര്യപ്രഭയുടെ സ്വർണമുഖം. എന്തിനുമേതിനും ധർമ്മപ്രിയ. വിശ്വാസം ധർമ്മപ്രിയ. തൃശൂരിൽ പൂരങ്ങളുടെ പൂരം കൊടിയിറങ്ങി. ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായി. പ്രതിസന്ധികൾക്കിടയിലും നടന്ന പൂരം ആവേശത്തോടെയാണ് അവസാനിച്ചത്. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഏപ്രിൽ 17 അടുത്ത വർഷത്തെ പൂരം. ഇനി അടുത്ത പൂരക്കാലത്ത് കാണാമെന്ന ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തി കുറിച്ചു. പാണ്ടിമേളത്തോടെ ആരംഭിച്ച ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് 12:30യോടെയാണ് ശ്രീമൂലസ്ഥാനത്തെത്തിയത്. തിടമ്പേറ്റിയ കൊമ്പന്മാർ ശ്രീമൂലസ്ഥാനത്തെത്തിയപ്പോൾ ഭഗവതിമാർ മുഖാമുഖം നോക്കി. പിന്നീട് അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് ഉപചാരം ചൊല്ലി. മുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ ആശങ്കകളോടെയാണ് പൂരം ആരംഭിച്ചത്. പൂരവിളംബരവും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തും പൂരപ്രേമികളുടെ ആവേശം കാണിച്ചു തന്നു. പൂരം കൊടിയിറങ്ങുന്ന ദിനത്തിൽ ശ്രീമൂലസ്ഥാനത്ത് 10,000 അണിനിരന്നു. ഉപചാരത്തെ ആരവത്തോടെ ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ ഏറ്റെടുത്തത്. മുണ്ടത്തിക്കോട് ദുരന്തത്തെ തുടർന്ന് പൂരത്തിന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. കുടമാറ്റം അരമണിക്കൂറിലേക്ക് ചുരുക്കിയിരുന്നു. എന്നാൽ ചടങ്ങുകൾക്കൊന്നും ഭംഗം വന്നില്ല. പ്രധാന ചടങ്ങുകളിൽ വലിയ ജനപങ്കാളിത്തവും കണ്ടു. ഇനി അടുത്ത പൂരക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ്. ഏപ്രിൽ 17 അടുത്ത തൃശൂർ പൂരം. പ്രതിസന്ധികൾക്കിടയിലും ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് ശുഭപര്യവസാനം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ഇനി കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമിയും അടുത്ത പൂരക്കാലത്തിനായി. വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.
അതേസമയം മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരിച്ച എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. ഉച്ചയോടെ എടപ്പാളിലെ വീട്ടിലെത്തിച്ച മൃതദേഹം പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കായിക വാർത്തകൾ നോക്കാം. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ഹോം ഗ്രൗണ്ടിൽ 75 റൺസിന് പുറത്തായി. 76 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ RCB 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. പവർ പ്ലേയിൽ RCB പേസർമാരായ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും തകർത്തെറിഞ്ഞതോടെ 3.5 ഓവറിൽ 8 റൺസ് എടുക്കുന്നതിനിടെ ഡൽഹിയുടെ 6 വിക്കറ്റുകൾ വീണു. ഇടുക്കിയിൽ വയോധികയായ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കട സ്വദേശിയായ 70 വയസ്സുകാരി പൊന്നുട്ടയിൽ മേരിക്കുട്ടി, ഇവരുടെ മകൻ റെജി എന്നിവരാണ് മരിച്ചത്. മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജി ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മറവു ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതാനും ആഴ്ചകളായി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും നാട്ടിൽ കാണാൻ ഇല്ലായിരുന്നു. ഇതോടെ മേരിക്കുട്ടിയുടെ മകൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. വീടിന് സമീപത്ത് കൃഷിയിടത്തിൽ മണ്ണിളകി കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്. 15 ദിവസത്തോളം പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഒളിവിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് റിപ്പോർട്ടിൽ പിഴവെന്ന് പരാതി. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 24-കാരനായ യുവാവിന്റെ സ്കാനിംഗ് റിപ്പോർട്ടിൽ യുവാവിന് ഗർഭപാത്രം ഉള്ളതായി രേഖപ്പെടുത്തി നൽകി. എത്ര വിചിത്രമായ സംഭവം! തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 24 വയസ്സുകാരനായ യുവാവിന് സ്കാനിങ്ങിൽ ഗർഭപാത്രമുണ്ടെന്ന റിപ്പോർട്ട്. നമ്മളോടൊപ്പം കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷിഹാസ് ചേരുന്നുണ്ട്. ഷിഹാസിനാണ് ഇത്തരത്തിൽ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കെത്തിയപ്പോൾ ഇത്തരത്തിലൊരു സ്കാനിംഗ് റിപ്പോർട്ട് കൈമാറിയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ ഫെബ്രുവരി 17-ാം തീയതിയാണ് ഇവിടെ സ്കാനിങ് എടുക്കാൻ വരുന്നത്. ഫെബ്രുവരി 17 സ്കാനിങ് ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് റിപ്പോർട്ട് കിട്ടുള്ളൂ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പോയി വെയിറ്റ് ചെയ്ത് ഞാൻ പിന്നെ കുറവുള്ളതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് മേടിക്കാൻ വന്നില്ല. അവിടെ ക്യാഷും അടച്ചിട്ടില്ല, അതുകൊണ്ട് മേടിക്കാനും വന്നില്ല. പിന്നെ മാർച്ച് 16-ാം തീയതി ഞാൻ വന്ന് റിപ്പോർട്ട് മേടിച്ചു. മാർച്ച് 15-ാം തീയതി റിപ്പോർട്ട് മേടിച്ചിട്ട് അന്നും പിന്നെ കുറവുള്ളതുകൊണ്ട് പിന്നെ ഞാൻ കാണിച്ചില്ല. ഇന്ന് ഞാൻ ഐരാണിമുട്ടം മെഡിക്കൽ കോളേജിൽ ഹോമിയോപ്പതിയിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഈ സംഭവം സ്കാനിങ് റിപ്പോർട്ട് ചോദിച്ച് ഞാൻ കാണിച്ചു. അപ്പോഴത്തേക്കാണ് ഇതുപോലെ സ്കാനിങ് റിപ്പോർട്ട് പേരും കാര്യങ്ങളെല്ലാം എൻ്റെയാണ്. പക്ഷേ ഇതിൽ കൊടുത്തേക്കുന്ന സംഭവം ലേഡീസ് സംബന്ധമായിട്ടുള്ള യൂട്രസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ എന്നെ ഒരുമാതിരി പാനിക്കായിട്ട് ഡോക്ടറാണെങ്കിൽ ചോദിക്കുന്നത്, അമ്മയ്ക്കാണോ പ്രശ്നം, അമ്മയ്ക്കാണോ? ഞാൻ അല്ല, എനിക്കാണ്. അപ്പം ഒരു മോൻ എങ്ങനെ ഇതുപോലെ യൂട്രസ് വരും എന്നുള്ള സംശയമാണ് അവർക്ക്. അപ്പം ഞാൻ നേരെ അത് ഇവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട്, CT സ്കാനിൽ തന്നെ ഒന്ന് ചോദിക്കുകയാണ്, ഇതുപോലെ റിപ്പോർട്ട് തെറ്റാണ്, എന്ത് ചേട്ടനെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് റീഫണ്ട് ചെയ്താൽ മതി, ഞാൻ ഇവിടെ മുന്നോട്ട് സ്കാനിങ് എടുക്കാൻ താല്പര്യമില്ല, ഞാൻ വേറെ എടുത്തോളാം എന്ന് പറയും. റീഫണ്ട് ചെയ്യാർക്ക് താല്പര്യമില്ല, റീഫണ്ട് തരത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ റിപ്പോർട്ട് അങ്ങ് മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞു. ഇവർ മേടിച്ച് എൻ്റെ അടുത്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അകത്ത് കൊണ്ടുപോയി അവർ HOD എന്തോ കണ്ട് സംസാരിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പുതിയ റിപ്പോർട്ട് കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെ പുതിയ റിപ്പോർട്ട് എനിക്ക് തരും? എനിക്കിപ്പോൾ സ്കാനിങ് എടുത്തിട്ടില്ല, എടുക്കാതെ എങ്ങനെ റിപ്പോർട്ട് തരും? അപ്പോൾ എൻ്റെ ഉമ്മ പോയി ചോദിച്ചു, ഉമ്മഅടുത്ത് പറയല്ലേ നിനക്ക് ഈ റിപ്പോർട്ടുകൾ നീ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ ഉമ്മടുത്ത് ഇങ്ങനെ സംസാരിക്കും, ചേട്ടൻ അധികാരമില്ല, എടാ നിനക്ക് ഈ റിപ്പോർട്ടുകൾ നീ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റൂല, എന്നെപ്പോലെ അസുഖം തേടി വരുന്നതാണ് ആൾക്കാർ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ സംസാരിച്ച് നിന്നിട്ടും അവരെന്നെ വകവയ്ക്കുന്നില്ല. അവരുടെ അടുത്ത് റൂഡായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു. എൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ അധിക്ഷേപിച്ചാണ് വിട്ടത്. അപ്പോൾ ഞാൻ നേരെ അവർ സംസാരിച്ചത് നല്ല ഉടക്കായി. പോലീസുകാർ വന്നു. അതിലൊരു സ്കാനിങ്ങിൽ ഒരു ഡോക്ടറാണ് രേഷ്മ, അവർ വന്ന് എൻ്റെ ഈ റിപ്പോർട്ട് മേടിച്ച് പഴയ റിപ്പോർട്ട് മേടിച്ച് അവർ കൊണ്ടുപോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇവർ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ച് ചുരുട്ടി ബാക്കിലോട്ട് മാറ്റി നിർത്തിയാണ് പോലീസ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ പോലീസുകാരത്തോണ്ട്, സാർ ഈ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ് സാർ. കാരണം ആ പോലീസുകാരെ നിൽക്കവേ പഴയ റിപ്പോർട്ട് ഇവർ മറക്കുകയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ അറിയരുത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ അറിയിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇത് മുന്നോട്ട് ഇറങ്ങുന്നത്. പരാതിയായിട്ട് മുന്നോട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്, സൂപ്രണ്ടിനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ കൊണ്ട് കൊടുക്കും. എൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ എൻ്റെ ഉമ്മയെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഉമ്മ കണ്ണ് നിറഞ്ഞിട്ടാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാം, അതിനകത്തിരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന തന്നെ ഒരു കണ്ണാടി വെച്ച ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് ഉമ്മാടുത്ത് പറഞ്ഞത്, സൂപ്രണ്ട് ഓഫീസിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് അവർ ചെയ്തു തരും. കാരണം എനിക്ക് പൈസ വേണ്ട, എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടായിക്കോളാം. അപ്പോൾ എൻ്റെ സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൈസയുടെ ഇതാണ്, പൈസ ഒന്ന് ഒത്തീർപ്പാക്കുക, അത് വേണ്ട, ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി.
ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് അവരൊന്നും മിണ്ടിയില്ല. അതിലൊരു ഒരുത്തനാണ് എൻ്റെ നല്ല രീതിയിൽ ദേഷ്യം. ഞാൻ റിപ്പോർട്ട് ചോദിക്കും തോറും അവൻ എൻ്റെ അടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ പരാതി ഉയരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഇവർ പരാതിയുമായി മുന്നോട്ടു പോകും എന്നതാണ് പറയുന്നത്. ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒളിവിലായിരുന്ന അധ്യാപിക പോലീസിന് മുൻപിൽ ഹാജരായി. രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത ശേഷം മൊഴി രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് ഡോക്ടർ റാമിനെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ടാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായത്. ഉച്ചയോടെ ഹാജരായ ഡോക്ടർ സംഗീതയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തി. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് സംഗീത നമ്പ്യാർ മൊഴി നൽകിയതായാണ് വിവരം. തലശ്ശേരി കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. ഡോക്ടർ സംഗീത നമ്പ്യാർ വിദ്യാർത്ഥികളോട് മാന്യമായാണ് പെരുമാറിയതെന്നും ഇവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും ജാമ്യം അനുവദിച്ച തലശ്ശേരി കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അധ്യാപിക പോലീസിന് മുൻപിൽ ഹാജരായത്. 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും ജാമ്യം അനുവദിച്ച കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മുഖ്യപ്രതിയായ ഡോക്ടർ റാമിനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ആന്ധ്രയിൽ തിരച്ചിൽ വ്യാപകമാക്കിയതിനു പിന്നാലെ റാം ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരും നിരീക്ഷണത്തിലാണ്. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് ഉടൻ പ്രതിയെ പിടികൂടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് നാളെ കേരളത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ. 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഗൃഹപ്രവേശനം നടന്നു. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങാണ് ഇന്ന് നടന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളും ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു. പുനരധിവാസത്തിന്റെ ഭാഗമായി 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽ ഫെബ്രുവരി 28-ന് കൈമാറിയിരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷയും തിരഞ്ഞെടുപ്പും കാരണം കുടുംബങ്ങൾ താമസം നീട്ടിവെക്കുകയായിരുന്നു. ദുരിതബാധിതരായ കുടുംബങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തു. ഗൃഹപ്രവേശമാണ്. ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഏതായാലും അവർക്ക് ഏറ്റവും മനോഹരമായ 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ 3 കിടപ്പുമുറികളും സിറ്റൌട്ടും ലിവിംഗ് റൂമും ഉൾപ്പെടുന്നതാണ് ഓരോ വീടും. വീടിനുള്ളിൽ പൊതു ശുചിമുറിയും കിടപ്പുമുറിയോട് ചേർന്ന് മറ്റൊരു ശുചിമുറിയുമുണ്ട്. 2ാം നില നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യവും ഓരോ വീടുകൾക്കുമുണ്ട്. കുടുംബങ്ങളുടെ സ്വകാര്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തക പ്രദേശത്തേക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് മുട്ടിൽ മേപ്പാടി റോഡിനോട് ചേർന്നാണ് വീടുകൾ നിർമ്മിച്ചത്. 2ാം ഘട്ട വീടുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിലും ശിക്ഷാവിധിയിലും നിലവിൽ ഇടപെടേണ്ടതില്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ആന്റണി രാജുവിന്റെ ഹർജി നേരത്തെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. മയക്കുമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടി എന്ന കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ആന്റണി രാജുവിന് വിചാരണ കോടതി വിധിച്ചിരുന്നു. MLA-മാർ കൂടുതൽ സമയം സഭയിൽ ഇരിക്കുന്നില്ല എന്ന വിമർശനവുമായി സ്പീക്കർ AN ഷംസീർ. ഇരുപക്ഷത്തെയും MLA-മാർ നിയമസഭയെ ഗൗരവത്തിലെടുത്തില്ല. യുവ MLA-മാരാണ് കൂടുതൽ സമയം സഭയിലിരിക്കാൻ താൽപര്യം കാട്ടാത്തത്. സഭാ നടപടികൾ കണ്ടുപിടിക്കാൻ എല്ലാ ദിവസവും സഭയിൽ ഉണ്ടാകണമെന്നും AN ഷംസീർ ചൂണ്ടിക്കാട്ടി. സ്പീക്കർ എന്ന നിലയിലുള്ള തന്റെ അവസാനത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു AN ഷംസീർ. വിളിക്കാൻ കാരണം ഞാൻ സഭക്കകത്ത് ഇരുന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ടാണ്. പക്ഷേ പല സാമാജികരെക്കുറിച്ചുള്ള എനിക്കുള്ള വിമർശനം യങ്സ്റ്റേഴ്സാണ്, പുതിയ ആൾക്കാരുടെ ഭാഗത്ത് നല്ല പുതിയ സാമാജികന്മാരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഭക്കകത്ത് ഇരിക്കുന്നില്ല. സഭാ പ്രൊസീഡിങ്സ് ബുക്ക് വായിച്ചല്ല പഠിക്കേണ്ടത്, സഭക്കകത്ത് ഇരുന്നാണ്. പല സാമാജികന്മാരും അതിൽ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്ന വിമർശനം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് പുതിയതിൽ അവർ തിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ സീനിയേഴ്സ് എല്ലാം സഭക്കകത്ത് കൃത്യമായി ഇരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ വന്ന ആളുകൾ 2 പക്ഷത്തുനിന്നും വേണ്ടത്ര ഗൗരവമായി സഭയെ കാണുന്നില്ല. അതെൻ്റെ വിമർശനമാണ്.